ഇന്നത്തെ കാലത്ത് ആര് കൂടെ ഉണ്ടാവും ആര് കൂടെ നിന്ന് ചതിക്കുന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനത്തെ അവസ്ഥ. ഞാനൊക്കെ പെട്ടിടങ്ങുന്ന നേരത്ത് ആരുമില്ല, വിളിക്കാനും ഉണ്ടാകാനും ആരുമില്ല. താക്കാർന്ന് നിൽക്കുന്ന നേരത്ത് ഞാൻ ആകെ വിളിച്ചത് എൻ്റെ ഉമ്മാക്കാണ്. ഉമ്മ അപ്പം തന്നെ ഫുള്ള് പോസിറ്റീവായിരുന്നു. അതാ വോയിസോടെയാണ് പിന്നെ ഞാൻ ഒന്നും കൂടി ഓക്കെ ആകാൻ തുടങ്ങി. എന്ത് പെട്ടത് കടം കൊണ്ട് ഇരിക്കാൻ വയ്യാണ്ട് കുട്ടിക്ക് വിളിച്ചോ ഉമ്മ എനിക്കിങ്ങോട്ട് പൈസ അയച്ചതേ ഇത് കടം വാങ്ങിയിട്ടും പിടിച്ചിട്ടും. എന്നിട്ട് ഇപ്പോൾ കടമൊക്കെ വീട്ടിൽ ഓക്കെ ആയി നല്ലപോലെയൊക്കെ പോകുമ്പോൾ ഓക്കെയാണ്. അതിൻ്റെ ഇടയിൽ എന്താ സംഭവം ഉണ്ടായി പറഞ്ഞാൽ എന്നും വിളിക്കുന്ന കൂട്ടുകാരന്മാരടക്കം വിളിക്കാണ്ടായി. കാരണം ഞാൻ വിളിച്ചാൽ വല്ല പൈസ കടണ്ടോ. കൂടെ പാർട്ട്ണറായിട്ടുള്ള 2-3 പേരടക്കം ഡെയിലി വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കണവരടക്കം ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ തുടങ്ങി. കച്ചവടത്തിൻ്റെ കാര്യമൊന്നും പറയാണ്ടായി. അതിൽ തന്നെ മനസ്സിലായി ആരും ഉണ്ടാവില്ല. എല്ലാവരും അവർക്ക് കിട്ടണം കരുതിയിട്ടാണ് കൂടെ നിൽക്കണതെന്ന്. എന്തിനേറെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച 5 കൊല്ലം സ്നേഹിച്ച പെണ്ണടക്കുന്നതിൻ്റെ കയ്യിൽ കാശില്ല പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറയാ നിനക്കൊരു ബുദ്ധിമുട്ടോ ഇടങ്ങറോ ഉണ്ടെങ്കിൽ നിന്റെ കൂടെ നിന്റെ മാതാപിതാക്കളെ ഉണ്ടാവുള്ളൂ. അവരിങ്ങനെ ചീത്ത പറയും, വെറുപ്പിക്കും, തല്ലും, ഇതൊക്കെ ചെയ്യും. കാരണം നിനക്കൊരു പോയിന്റ് എത്തുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന്. എൻ്റെ അനുഭവത്തിൽ വെച്ച് പറയട്ടാ, എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇത്രയും പറയുന്നത്. പക്ഷെ എനിക്ക് ഇത്ര കാലം അത് മനസ്സിലായിരുന്നില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരുടെ കൂടെ പോണതിന് ഇവർക്ക് എന്താ പ്രശ്നം, കറങ്ങാൻ പോണതിന് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചു ദേഷ്യപ്പെടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് മനസ്സിലായി. കാരണം ഓരോരോ പ്രശ്നങ്ങളുടെ ഇടയിലും എന്നെ അതിന്ന് മാറ്റി നിർത്തിയിട്ട് രക്ഷപ്പെടുത്തുമായിരുന്നു. ഇപ്പം എന്താണ് അത് തിരിച്ചറിഞ്ഞു നല്ലപോലെയൊക്കെ പോകണം, ഓക്കെയാണ്. പക്ഷെ ഞാൻ ഇന്നും ഇങ്ങനെ പൈസ ഒന്നും ഇല്ലല്ലോ അമ്മ, നമ്മളെന്നാ രക്ഷപ്പെടുക, നമ്മളൊരു വീട് വെക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയുമ്പോൾ എൻ്റെ ഉമ്മ എന്നെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി പറയും. ഇപ്പോൾ 5-6 പെങ്ങന്മാരൊന്നും ഇല്ലല്ലോ കെട്ടിച്ചുകൂടാൻ, പിന്നെന്തിനാ നിനക്ക് ഇത്ര ടെൻഷൻ? വീടില്ലാത്തല്ലേ? വീട് നമുക്കൊരു കാലത്തുണ്ടാവും, പേടിക്കണ്ട. എന്തോ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. കടവും കള്ളിയും പറയാനൊന്നുമില്ല. ആകെ മാസം വാടക കൊടുക്കണം, ബാക്കിയുള്ള പൈസ ഉള്ളത് തിന്ന് കുടിച്ച് കിടക്കണം, അത്രേ ഉള്ളൂ. നീ പേടിക്കാൻ വേണ്ട, ധൈര്യത്തിൽ ഇങ്ങോട്ട് ഉള്ള പണിയെടുത്ത് നമുക്ക് നല്ലപോലെ ജീവിക്കാറ്.